ഗുഡ് മോർണിംഗ്. ഇന്ന് എനിക്കൊരു ക്യൂട്ട് ഈദ് ഹാമ്പർ വന്നിട്ടുണ്ട്. എന്റെ വീക്ക്നെസ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇതിലുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ ഈദ് ഹാമ്പർ അയക്കണമെങ്കിൽ വേഗം DM ഹാമ്പർ ആൻഡ് ഹൈവ്. ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി ചെയ്യണം എന്ന് വിചാരിച്ച് മാറ്റി വെച്ച എന്റെ കോഫി ബാർ സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഈ വാൾ ഡെക്കോർ ആൻഡ് സ്റ്റാൻഡ്സ് എല്ലാം ആമസോണിൽ നിന്നാണ്. ഇഫ് യു വാണ്ട് ദ ലിങ്ക് കോമെന്റ് ലിങ്ക്. യേയ്, അങ്ങനെ എന്റെ കോഫി ബാർ സെറ്റ് ആയിരിക്കാണ്. ഓൾസോ ജസ്റ്റ് വാണ്ടഡ് ടു ഷോ യു സംതിങ്. ഞാൻ പെരുന്നാളിന് ഈദ്ഗാഹ് പോകുമ്പോൾ ഇടാൻ വേണ്ടി വാങ്ങി വെച്ച ഒരു അബായ കാണിച്ചു തരാം. ദിസ് അബായ ഇസ് ഫ്രം റൂയിഹാ. ദ മെറ്റീരിയൽ ഇസ് സോ പ്രീമിയം ആൻഡ് കംഫർട്ടബിൾ. ഇനി നമുക്ക് ഇഫ്താർ റെഡിയാക്കാം. ഇന്ന് എനിക്ക് ഞാൻ എപ്പോഴോ കോഴിക്കോട് ഒരു തട്ടുകടയിൽ നിന്ന് കഴിച്ച ആ മുട്ട ഫ്രൈ തിന്നാനൊരു പൂതി. അങ്ങനെ ആ ടേസ്റ്റ് ഓർമ്മ വെച്ച് ഞാനൊരു പരീക്ഷണം നടത്തുകയാണ്. റെസിപ്പി ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. എന്റെ നാട് വടകരയിൽ ഇതിന് മുട്ട വരഞ്ഞു പൊരിച്ചെന്നാ പറയാറ്. അതിൽ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഉപ്പും മുളകും മഞ്ഞളും മാത്രമേ ഉണ്ടാവുള്ളൂ. അവസാനം കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടാ യാ മോനെ. പിന്നെ എന്റെ മാപ്പിളക്ക് ഇന്ന് ഡേറ്റ്സ് പൊരിച്ച് തിന്നാനൊരു പൂതി. ഒരു പൂതിയല്ലേ, സാധിച്ചു കൊടുത്തേക്കാം. പിന്നെ എയർ ഫ്രയർ കിട്ടിയ സന്തോഷത്തിൽ ഞാനിപ്പോ ഡെയിലി ബ്രെഡ് പിസ്സ ഉണ്ടാക്കാറുണ്ട്. മാപ്പിളക്ക് മാംഗോ ഷേക്ക് മതി എന്ന് പറഞ്ഞു. എനിക്ക് നോമ്പോർക്കും എന്തെങ്കിലും ദാഹം മറന്നു കുടിച്ചാലേ ശരിയാവും. അതുകൊണ്ട് എനിക്ക് ഞാൻ റേച്ചൽ സോച്ചഡിന്റെ പാഷൻ ഫ്രൂട്ട് മൊഹിത്തോ ഉണ്ടാക്കി. അങ്ങനെ ഇന്നത്തെ ഇഫ്താർ സെറ്റ് ആയിരിക്കാണ്. ഓക്കേ, ബൈ.